തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 153 എപ്പിസോഡിലേക്ക്, ക്രിസ്മസ് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ മുഴങ്ങേണ്ട ഒരു പ്രവചനമാണ് യെശയ്യ 9 അധ്യായം 6 എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിലെ 2 ക്രിയാപദങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഈ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തെ 2 ക്രിയാപദങ്ങൾ. കി യലത് യുല്ലത് ലാനു ബേൻ നിത്തൻ ലാനു. ഇതാണ് 9:6 ആദ്യത്തെ ഭാഗം. എന്തെന്നാൽ യലത് യുല്ലത് ലാനു, ലാനു നമുക്ക് വേണ്ടി, യലത് ഒരു ശിശു, യുല്ലത് ജനിച്ചിരിക്കുന്നു. യലത് യുല്ലത് ലാനു ബേൻ നിത്തൻ ലാനു. ബേൻ പുത്രൻ, നിത്തൻ നൽകപ്പെട്ടിരിക്കുന്നു. നഥാൻ എന്നുള്ള ക്രിയാപദമാണ്. നൽകപ്പെട്ടിരിക്കുന്നു. നിത്തൻ, അത് നഥാൻ എന്നുള്ളതിൻ്റെ നിഫാൽ ഫോമാണ്. നിത്തൻ ലാനു. എത്ര സുന്ദരമാണ്! പൊയറ്റിക്കലായിട്ട് തന്നെ അത് ഒരു കാവ്യാത്മകതയുള്ള ഒരു ഭാഗമാണ്. കീ യലത് യുല്ലത് ലാനു ബേൻ നിത്തൻ ലാനു. ഒരുപക്ഷെ ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ ഒരു വാക്യം മൂലഭാഷയിൽ തന്നെ, ഹീബ്രു ഭാഷയിൽ തന്നെ നമ്മുടെ മനസ്സുകളിൽ ഇത് ഇങ്ങനെ പ്രതിധ്വനിച്ചു കൊണ്ടേയിരിക്കണം. കി യലത് യുല്ലത് ലാനു ബേൻ നിത്തൻ ലാനു. അപ്പോൾ യുല്ലത് എന്ന ക്രിയാപദം, നിത്തൻ എന്ന ക്രിയാപദം. ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും പാസീവ് ഫോംസാണ്. യുല്ലത് അതുപോലെ നിത്തൻ. യലത് എന്നുള്ളതാണ് മൂലക്രിയാപദം. യലത് എന്ന് വെച്ചാൽ പ്രസവിക്കുക എന്നോ ജനിപ്പിക്കുക എന്നോ അർത്ഥമുണ്ട്. ക്രിസ്മസ് ദിനം ഒരു ശിശു ജനിച്ചതിൻ്റെ ദിനമാണ്. യലത്, ശിശു. ഒന്നാലോചിച്ച് നോക്കൂ, പഴയ നിയമത്തിലെ ദൈവപ്രത്യക്ഷങ്ങൾ ഭയപ്പെടുത്തുന്ന പ്രത്യക്ഷങ്ങളായിരുന്നു. പക്ഷേ ക്രിസ്മസ് ദിനത്തിൽ, ആ ക്രിസ്മസ് രാവിൽ നമ്മൾ എന്താ കാണുന്നത്? ഭയപ്പെടുത്തുന്ന ദൈവപ്രത്യക്ഷമല്ല, മറിച്ച് മോണകാട്ടി ചിരിക്കുന്ന, ഇടയ്ക്ക് കരയുന്ന, കൈകാലുകളിട്ടടിക്കുന്ന ആ ഒരു നിഷ്കളങ്കമായ, എന്തിന്, നിസ്സഹായനായ, അല്ല എല്ലാവരുടെയും ആവശ്യം ഉള്ള ഒരു ശിശുവിനെയാണ് നമ്മൾ കാണുന്നത്. യലത് യുല്ലത് ലാനു. നമുക്ക്
ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അടുത്ത ഭാഗം, ബേൻ നിത്തൻ ലാനു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നതാൻ എന്നുള്ള ക്രിയാപദം ഗ്രീക്കിൽ സെപ്തുജിന്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ദീദോമി എന്ന ഗ്രീക്ക് പദം വച്ചിട്ടാണ്. ദീദോമി എന്ന് വെച്ചാൽ നൽകുക, കൈമാറുക എന്നൊക്കെയാണ് അർത്ഥം. നൽകുക, ദീദോമി. ഒന്ന് ആലോചിച്ച് നോക്കൂ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്താണ്? എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം. ദീദോമി, നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ബേൻ നിത്തൻ ലാനു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. പിതാവായ ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായി അവതരിച്ച് ഒരു ശിശു ആയി മാറി നമ്മുടെ അടുത്തേക്ക് എത്താൻ തക്കവിധം ഇതാ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയിരിക്കുന്നു. ബേൻ നിത്തൻ ലാനു. ക്രിസ്മസ് ഒരു ശിശുവിൻ്റെ ജനന തിരുനാളാണ്. യേശു ക്രിസ്തു എന്ന ദൈവ മനുഷ്യൻ ശിശുവായി നമ്മുടെ മധ്യത്തിലേക്ക് പിറന്നു വീണ യലത് യുല്ലത് ലാനു, നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഇനി ഒപ്പം ബേൻ നിത്തൻ ലാനു, നമുക്കൊരു പുത്രനെ നൽകപ്പെട്ടിരിക്കുന്നു, പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവര്, ക്രിസ്മസ് സാധാരണഗതിയിൽ സമ്മാനങ്ങളുടെ ഒരു കാലഘട്ടമാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള ആശയം? എന്തുകൊണ്ടാണ് ക്രിസ്മസ് സമ്മാനങ്ങളുടെ ഒരു മഹോത്സവമായിരിക്കുന്നത്? എല്ലാവരും സമ്മാനങ്ങൾ കൈമാറുകയാണ്. ക്രിസ്മസ് കാർഡുകൾ കൈമാറുന്നു, കേക്കുകൾ കൈമാറുന്നു, മറ്റ് സമ്മാനങ്ങൾ കൈമാറുന്നു. സമ്മാനങ്ങളുടെ ഒരു തിരുനാളാണ് ക്രിസ്മസ്. കാരണം എന്താ? നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. പിതാവ് നമുക്ക് നൽകി തൻ്റെ പുത്രനെ. ആ തിരുനാൾ നമ്മൾ നൽകലിൻ്റെ തിരുനാളായി ആഘോഷിക്കുന്നു. അതാണ് ക്രിസ്മസ്. അതുകൊണ്ട് യേശയ്യ 9:6 ഈ 2 ക്രിയാപദങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ. യലത് യുല്ലത് ലാനു, യുല്ലത്. ബേൻ നിത്തൻ ലാനു, നിത്തൻ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് മംഗളാശംസകൾ സ്നേഹത്തോടെ നേരുന്നു. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം, തിരുവചനപദസാരം, തിരുവചനപദസാരം, തിരുവചനപദസാരം.